വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തയ്ക്ക് ആസ്പദമാക്കുന്നത്. ഉയർപ്പിന് സാക്ഷ്യം വഹിക്കേണ്ട സഭ എന്നതാണ് ഇന്ന് പഠന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അറിയപ്പെടുന്നത് ദ നെക്സ്റ്റ് ചാപ്റ്റർ ആഫ്റ്റർ ദ ലാസ്റ്റ് ചാപ്റ്റർ എന്നാണ്. അതായത് അവസാന അധ്യായത്തിന് ശേഷമുള്ള അധ്യായം. സാധാരണ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം എഴുതാറുണ്ട്. അവരുടെ ജീവചരിത്രം അവസാനിക്കുന്നത് അവരുടെ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള വിവരണത്തോടു കൂടിയാണ്. ഒരുപക്ഷെ അതിനുശേഷവും ഒരു അധ്യായമുണ്ടാകാം, അത് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം ആയ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും അടക്കത്തിനും ശേഷം വീണ്ടും ഒരധ്യായം കൂടെ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷനാകുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. പ്രത്യേകിച്ച് പത്രോസിന് യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. പത്രോസിനോട് 3 ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കുന്ന ഭാഗമാണ് ഇന്ന് ചിന്തയ്ക്ക് ആസ്പദമാക്കിയിരിക്കുന്നത്. 3 ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കാരണം തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവല്ലോ. ഇവിടെയും തീ കത്തുന്നുണ്ട്. കാരണം അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുക. നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നൊക്കെ 3 അർത്ഥതലങ്ങളുള്ള ചോദ്യങ്ങളാണ് യേശുക്രിസ്തു പത്രോസിനോട് ചോദിച്ചത്. നീ ഇവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകാം. പത്രോസ് തന്നെ പറയുകയാണ്, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് വ്യക്തമായി പ്രസ്താവിച്ച പത്രോസാണ് യേശുക്രിസ്തുവിനെ നിഷ്കരുണം തള്ളിപ്പറഞ്ഞു. ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞത്. ആ പത്രോസിനോടാണ് ചോദിക്കുന്നത്, ഇവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മറ്റൊന്ന് യേശുക്രിസ്തു ചോദിക്കുകയാണ്, വള്ളവും വലയും ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ്, ഇവയെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതായത് ലോക ചുറ്റുപാടുകളെയാണോ, നിന്റെ ജീവന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളെയാണോ, നിന്റെ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെയാണോ, അതോ എന്നെയാണോ നീ സ്നേഹിക്കുന്നത് എന്ന് യേശുക്രിസ്തു ചോദിക്കുന്നു. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ പിടഞ്ഞിരിക്കുന്ന മത്സ്യങ്ങൾ ഒന്നും കിട്ടാതെ വിഷമിച്ച ശിഷ്യന്മാരോടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ വലത്തുഭാഗത്തേക്ക് നീക്കി വലയിറക്കൂ എന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടമാണ് വലയിൽപ്പെട്ടത്. ഒരു മീൻ പോലും കിട്ടാതിരുന്ന ആ സ്ഥാനത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയെങ്കിൽ മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് വലയിൽ കയറുകയാണ്. തങ്ങളുടെ സൃഷ്ടാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവൻ പോലും തൃണവൽഗണിക്കാൻ തയ്യാറായി മത്സ്യങ്ങൾ എന്നെ അനുസരിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹത്തിന് വിവിധ തലങ്ങൾ നമ്മൾ കൽപ്പിക്കാറുണ്ട്. അകപ്പെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം തമ്മിൽ സ്നേഹിക്കുക. എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാതെ വ്യവസ്ഥ കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് അകപ്പെ. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന ഫിലിയോ, ഇവർ സ്നേഹിക്കുന്നത് പോലെ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ യേശുക്രിസ്തു ചോദിക്കുകയാണ്. 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം പത്രോസ് പറയുകയാണ്. എന്തിനാണ് പത്രോസിന് ഇങ്ങനെ പ്രത്യേക പ്രത്യക്ഷതയും ചോദ്യവുമൊക്കെ? യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ മനോവ്യസനം, വേദന, വ്യഥ യേശുക്രിസ്തു മനസ്സിലാക്കുകയാണ്. അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും 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 യേശു വിളിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നിട്ട് ഏൽപ്പിക്കുന്ന ആ ചുമതല എന്താണ്? ഈ കുഞ്ഞാടുകളെ പാലിക്കാം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടമാക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുന്നതിലൂടെയാണ്, സമൂഹത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് എന്ന് യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഉയർത്തുനിൽപ്പിന് സാക്ഷ്യം വഹിക്കേണ്ട സഭയുടെ ചുമതല നാം വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നതോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളെ, തള്ളപ്പെട്ടു പോയവരെ, അത് ദൂരേക്ക് മാറിപ്പോയവരെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു പ്രവണത, വലിയ ചുമതലയാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ
വിശദീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായ യോഹന്നാനാണ്. യോഹന്നാനെ പോലെ ആഴമായ സുവിശേഷം എഴുതുവാനായിട്ട് പത്രോസിന് ഗ്രാഹ്യമില്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം. വിശുദ്ധ പൗലോസിനെ പോലെ ലോകമെമ്പാട് ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാനുള്ള ശക്തി, കഴിവ് പത്രോസിനില്ലായിരിക്കാം. ഇങ്ങനെ പത്രോസിനും തൻ്റേതായ ഒരു വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത കഴിവുള്ളവരാണ്. എനിക്ക് അവനെ പോലെ ഒക്കുന്നല്ലോ, ഇവനെ പോലെ ഒക്കുന്നല്ലോ എന്ന് ഓർത്താരും സുവിശേഷീകരണത്തിൽ മാറി നിൽക്കേണ്ടതായ കാര്യമില്ല. പത്രോസിനെ വലിയൊരു ചുമതല ഏൽപ്പിക്കുകയാണ്. കോവാദിസ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും അറിയാവുന്നതാണല്ലോ. പത്രോസ് റോമിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയെന്നും എന്നാൽ റോമിലെ ഭരണാധികാരികളെ ഭയന്ന് ഒരു രാത്രിയിൽ അവിടെ തിരിച്ചു പോരാൻ ഒരുങ്ങിയെന്നും അന്ന് രാത്രിയിൽ പത്രോസ് ഒരു ദർശനം കണ്ടു എന്നുമാണ് പറയുന്നത്. കോവാദിസ്, പത്രോസ് നീ എവിടെ പോവുകയാണ്? ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്, എനിക്ക് മരണഭീതിയാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ പത്രോസിനോട്, നീ പോയാൽ ഞാൻ വീണ്ടും വന്ന് ക്രൂശിക്കപ്പെടും എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ തൻ്റെ അരുമനാഥൻ്റെ മുമ്പിൽ പത്രോസ് സ്വയം താഴ്ത്തി സമർപ്പിച്ച് തൻ്റെ ജീവൻ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുവെന്നും ഭരണാധികാരികൾ അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് പിടിച്ചപ്പോൾ, ക്രൂശിക്കുവാനായിട്ട് പിടിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അരുമനാഥൻ ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല. അവൻ്റെ കാൽപ്പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകാമെന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കപ്പെട്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ പത്രോസ്, യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു പോയ പത്രോസിനെ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തി ബലപ്പെടുത്തി അനേകരുടെ മുമ്പിൽ സാക്ഷിയാക്കി നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ യേശുക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു, വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് ദൈവസേനയെ സമർപ്പിക്കാം. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.